ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് അല്ലേ ജർമ്മൻ, അപ്പോൾ അത് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നോ, ഈസി ആയിരുന്നോ, എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ് ഡിഫിക്കൽട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴുള്ള ആ ഒരു, അതായത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെ കംപ്ലീറ്റ് വ്യത്യാസമുള്ളൊരു ലാംഗ്വേജാണ് ജർമ്മൻ. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആയാലും, പിന്നെ നമ്മൾ ഒരു A1 പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു മൂവി, ജർമ്മൻ മൂവി കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു അറിവുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ അങ്ങനെയുള്ളൊരു ഡിഫിക്കൽട്ടി, ലിസണിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അല്ലാതെ പഠിക്കുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് എങ്ങനെയാണ് നീ തരണം ചെയ്തത്? അത് ഈ A1 ആണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് A1 ആ ഒരു വൊക്കാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓഡിയോസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കേൾക്കുക. പിന്നെ ചെറിയ ചെറിയ കാർട്ടൂണുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. അങ്ങനെ ലിസണിങ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. Eduflair, education driven by passion.